നമസ്കാരം. ഇറാനിൽ അമേരിക്ക പണി തുടങ്ങിയിരിക്കുന്നു. ഒപ്പം ഇസ്രായേലും. ഹോർമോസിൽ അവർ സ്ഥാപിച്ചിട്ടുള്ള മൈനുകളെല്ലാം അവിടെ നിന്ന് നീക്കം ചെയ്യും. ഡീമൈനിങ് ഓപ്പറേഷൻ അമേരിക്ക ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇറാനെ വരിഞ്ഞു മുറുക്കിക്കഴിഞ്ഞു ഇസ്രായേലും അമേരിക്കയും ചേർന്ന് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഹോർമൂസ് വച്ച് ലോകത്തെ മുഴുവൻ വിറപ്പിക്കുകയായിരുന്നു ഇറാൻ. ലോകത്തെ ഊർജ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയായിരുന്നു ഇറാൻ. ഇനി ആ കളികളൊന്നും വേണ്ട, ക്ഷമിച്ചു, പരമാവധി ക്ഷമിച്ചു. ഹോർമൂസിനെ വെച്ച് ഇറാൻ കളിച്ചപ്പോഴൊക്കെ ഇറാൻ നേരിട്ട് ആക്രമണം നടത്തുന്നത് അമേരിക്കയോടോ ഇസ്രായേലിനോടോ അല്ലായിരുന്നു, ലോകരാജ്യങ്ങളോട് ആകമാനമായിരുന്നു. ഇറാന് മേൽ നടത്താത്ത മധ്യേഷ്യൻ രാജ്യങ്ങൾ, സൗദി അറേബ്യ ആയിക്കോട്ടെ, ഖത്തർ ആയിക്കോട്ടെ, ഒമാൻ ആയിക്കോട്ടെ, ഈ രാജ്യങ്ങളുടെ മേലൊക്കെ ആയിരുന്നു ഇറാൻ അഗ്നിവർഷം നടത്തിക്കൊണ്ടിരുന്നത്, ഇറാൻ ആക്രമിച്ചുകൊണ്ടിരുന്നത്. ഇനി മിണ്ടാതെ കയ്യും കെട്ടി നോക്കിയിരിക്കുവാൻ കഴിയില്ല. ഹോർമൂസിൽ കപ്പലുകൾ ഉപരോധിക്കുകയാണെങ്കിൽ ഇറാൻ്റെ ഒരു കപ്പലും ലോകത്തിൻ്റെ ഒരു ഭാഗത്തേക്കും പോകില്ല. ഇറാൻ പട്ടിണിയിലാകും, ദാരിദ്ര്യത്തിലാകും, ഇറാനെ മുഴുവൻ കത്തിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഇറാൻ്റെ എല്ലാ സമ്പത്തും നശിച്ചു കഴിഞ്ഞു. ഖാർഗ് മേഖലയിലെ എണ്ണക്കിണറുകളെല്ലാം തന്നെ ആക്രമിച്ചു കഴിഞ്ഞു. വൈദ്യുത പ്ലാന്റുകൾ കത്തി എരിപ്പിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇറാൻ്റെ സിമൻറ്റ് ഫാക്ടറികൾ, സ്റ്റീൽ പ്ലാന്റുകൾ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളൊക്കെയും അടപ്പിച്ചു, കത്തിച്ചു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇറാനിൽ നടന്നപ്പോൾ ഇറാൻ വിചാരിക്കുന്നത് റഷ്യയും ചൈനയും എല്ലാ കാലത്തും ഇറാനൊപ്പം നിൽക്കുമെന്നായിരുന്നു. അവർ കൊടുത്ത ചില നിർണായകമായ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ചില ഓപ്പറേഷൻസൊക്കെ നടത്തുവാൻ വേണ്ടിയിട്ട് ഇറാൻ കഴിഞ്ഞു. അത് ഖത്തറിൻ്റെ എണ്ണ പൈപ്പ് ലൈനുകൾ ആയിക്കോട്ടെ, മറ്റു മേഖലകളിൽ നിന്നുള്ള എണ്ണ പൈപ്പ് ലൈനുകളും ജലസംഭരണികളിലുമൊക്കെ ഇറാന് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുവാൻ സാധിച്ചത് ചൈനയുടെയും റഷ്യയുടെയും പിന്തുണയോടുകൂടിയാണ്. പ്രധാനമായും ചൈനയുടെ പിന്തുണയോടുകൂടിയാണ്. ചൈനയാണ് ഇക്കാര്യത്തിലൊക്കെ ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ ഇറാന് കൈമാറിയത്. ഒപ്പം റഷ്യയുടെ ആയുധ സംവിധാനങ്ങൾ ഇറാന് ലഭിച്ചു. അല്ലാതെ ഇറാന് വലിയ ശക്തമായ ഒന്നും തന്നെയില്ല. ഡീഗോ ഗാർഷിയിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണം നമുക്കെല്ലാം ഓർമ്മയുള്ളതാണ്. ഇത്രയധികം ദൂരം, അതായത് 4000 കിലോമീറ്ററിന് മുകളിൽ യുദ്ധം നടത്തുവാനുള്ള ആയുധ സംവിധാനങ്ങളൊന്നും ഇറാനില്ല, അത്തരത്തിലുള്ള സ്ട്രാറ്റജികളും ഇറാനില്ല. പക്ഷേ ഇറാന് അത്തരമൊരു ആക്രമണം നടത്തുവാൻ കഴിഞ്ഞത് റഷ്യ അവർക്ക് പിന്തുണയായി ഒപ്പമുണ്ടായിരുന്നത് കൊണ്ടാണ്. പക്ഷേ എല്ലാ കാലത്തും റഷ്യയും ചൈനയും ഇറാനൊപ്പമുണ്ടാകില്ല. കാരണം അവരുടെ നിലനിൽപ്പ് ഭീഷണിയാകുമ്പോഴൊക്കെ ഈ രാജ്യങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന പതിവാണ് ചൈനയ്ക്കുള്ളത്. അങ്ങനെയാണ് ഈ ചൈന മുന്നോട്ട് പോയിട്ടുള്ളതെല്ലാം. പാകിസ്ഥാൻ്റെ ഒരു അനുഭവം ഓർമ്മയുണ്ടാകും. പാകിസ്ഥാൻ അത്തരത്തിലുള്ള സ്റ്റോറികളൊക്കെയും ജനങ്ങൾക്ക് മുന്നിൽ തത്വമയി തന്നെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ഗ്വാദർ പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചൈന പാകിസ്ഥാനെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴെന്താണ് അതിൻ്റെ അവസ്ഥ? പാകിസ്ഥാൻ വിട്ടുപോകുകയാണോ ചൈനീസ് ഇൻവെസ്റ്റേഴ്സ്? അങ്ങനെയുള്ള ഒരു രാജ്യമാണ്. അതായത് അവർക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല എങ്കിൽ തീർച്ചയായിട്ടും ചൈന പാകിസ്ഥാനെ ഉപേക്ഷിക്കും. ഇപ്പോൾ പാകിസ്ഥാനോട് ഒപ്പം ഒട്ടി നിൽക്കുന്നത് ചില രാജ്യങ്ങളെയൊക്കെ വരുതിയിൽ കൊണ്ടുവരുവാനും അവർക്ക് നേട്ടം കൊയ്യുവാനുമാണ്. പ്രധാനമായും ഇറാൻ്റെ എണ്ണ കുറച്ചധികം വിലക്കുറവിൽ കിട്ടുന്ന ഒരു സമയവും കൂടിയല്ലേ. അതുകൊണ്ട് എല്ലാം മുതലാക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ചൈനയുടെ ഭാഗത്തുനിന്ന് നടത്തുന്നത്. എന്തായാലും അതിൽ വീണുപോകുകയായിരുന്നു പാകിസ്ഥാനും. അപ്പം പാകിസ്ഥാനെയും ചൈന പാട്ടിലാക്കി, ഇറാനെയും ചൈന പാട്ടിലാക്കി. എന്തായാലും ഇറാനെ ഒരു വലിയ നരകത്തിലേക്കാണ് ഈ ചൈന കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായതാണ്. തീർച്ചയായിട്ടും ഇറാൻ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അടിമുടി തീരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇറാൻ്റെ ധാർഷ്ട്യം വെച്ച് ഇറാൻ ഇപ്പോൾ കാണിച്ച ഒരു പ്രകടനമുണ്ടല്ലോ, ഹോർമൂസിൽ ഞങ്ങളെല്ലാമാണെന്ന്, അത് തിരുത്തേണ്ട സമയം കഴിഞ്ഞു. കാരണം UAE നിന്നും ഖത്തർ പോലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഇറാന് നേരെ തിരിഞ്ഞു. ഇറാനെ ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ശക്തമായി തന്നെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നത് ഇറാന് നേരെയുള്ള സംയുക്താക്രമണമായിരിക്കും. ഇപ്പോൾ തന്നെ ഒരു എസിമെട്രിക് വാറാണ് ഇത്. അതായത് ശക്തി കൂടിയ ഇസ്രായേലും അമേരിക്കയും കൂടി ഇറാനെ ആക്രമിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പോലും ഇറാന് കഴിയുന്നില്ല. അപ്പോൾ നാളെ ഒരു വൻ സംഘമെത്തിയാൽ ഒരുപക്ഷേ ഫ്രാൻസ്
അമേരിക്കയെ എതിർത്ത ഫ്രാൻസ് തന്നെ ചിലപ്പോൾ ഈ കളത്തിലേക്ക് എത്തുവാനുള്ള സാധ്യതയെ പോലും തള്ളിക്കളയുവാൻ പറ്റില്ല. കാരണം നാറ്റോ രാജ്യങ്ങൾ എപ്പോൾ വേണമോ അമേരിക്കയ്ക്കൊപ്പം അല്ലെങ്കിൽ അമേരിക്കയുടെ ചിറകിനടിയിലേക്ക് എത്തുവാനുള്ള സാധ്യതയൊന്നും നമുക്ക് തള്ളിക്കളയുവാൻ കഴിയില്ല. കാരണം ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഈ യൂറോ അറ്റ്ലാന്റിക് മേഖലയ്ക്ക് പുറത്തേക്ക് നടത്തുന്ന ഒരു യുദ്ധത്തിലും തങ്ങൾക്ക് പങ്കില്ല എന്നാണ്. അല്ലെങ്കിൽ ട്രംപ് നടത്തുന്ന ഇത്തരം നീക്കങ്ങളെല്ലാം തന്നെ സ്വാർത്ഥ താൽപ്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് സഹകരിക്കാൻ പറ്റില്ല എന്നാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ ആ കാര്യം, ആ തീരുമാനം എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നൊന്നുമില്ല. കാരണം അമേരിക്കയെക്കൊണ്ട് അവർക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അത് യൂറോപ്പിന് അറിയാം. അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ വെറുപ്പിക്കുവാനും കഴിയില്ല. കാരണം അത്രയേറെ വലിയ ശക്തമായ രാജ്യമാണെന്നും അവരുടെ നയം എല്ലാ കാലത്തും ഭീകരവാദ വിരുദ്ധമാണെന്നും അറിയുന്ന, അത് അംഗീകരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൽ നിന്ന് അധിക നാളൊന്നും മാറി നിൽക്കുവാനും കഴിയില്ല. എന്തായാലും ഇസ്രായേൽ വലിയ കടുത്ത രീതിയിലുള്ള ആക്രമണ പദ്ധതികളാണ് ഇനിയും ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഗസയിൽ തൊട്ട് തുടങ്ങിയതാണ്. അവർ പറഞ്ഞതാണ്, ഭീകരവാദികൾ എവിടെയുണ്ടോ ആ ഭീകരവാദികൾക്കെതിരെയൊക്കെ നടത്തുന്ന നിർണായകമായ പോരാട്ടത്തിൻ്റെ തുടക്കമാണ് പാലസ്തീനിൽ നടന്നത്, ഗാസയ്ക്ക് നേരെ നടന്നത്, ഹമാസിന് നേരെ നടന്നത് എന്നാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ആക്രമണമായിരുന്നു ഇറാനിൽ. ഇറാൻ ഭീകരതയെ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. അതായത് ഹിസ്ബുള്ളയും ഹൂതി അടക്കമുള്ള ഭീകരവാദ സംഘടനകളെ ഇറാൻ ഫണ്ട് ചെയ്യുന്നുണ്ട്. ഇറാൻ ഒരു പ്രോക്സി വാർ ഈ മേഖലയിൽ നടത്തിക്കൊണ്ടായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. അതായത് അവിടെ ആ മേഖലയിൽ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് സദാ ഇറാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിനുള്ള സകല നീക്കങ്ങളും ഇറാൻ്റെ ഭാഗത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് മധ്യേഷ്യൻ മേഖല മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു പ്രശ്നമുണ്ടാകുന്നത്. പക്ഷേ ആ പ്രശ്നത്തിനെ തുടർന്ന് അമേരിക്കയും ഇസ്രായേലുമാണ് ഇറാനെ ആക്രമിച്ചതെങ്കിൽ അവരെ തിരിച്ചാക്രമിക്കണം. എന്തിനാണ് മറ്റുള്ള രാജ്യങ്ങൾക്ക് നേരെ സമ്മർദ്ദം ചെലുത്തുവാൻ വേണ്ടിയാണെങ്കിൽ പോലും തങ്ങൾക്ക് നേരെ മറ്റൊരാക്രമണവും നടത്താത്ത രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് അമേരിക്കയുടെ സൈനിക താവളങ്ങളെയല്ലല്ലോ, ഈ രാജ്യത്തിൻ്റെ ജനജീവിതത്തെ സ്തംഭിപ്പിക്കുവാനല്ലേ ഇറാൻ ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇത് ഇറാൻ്റെ പുതിയ സംഭവമല്ല. മുമ്പും ഇറാൻ ഇങ്ങനെ തന്നെയായിരുന്നു. ഇസ്രായേലിന് നേരെ ആരാണ് ആദ്യം ഭീഷണി മുഴക്കിയത്? ഇറാനാണ്. 2047 ഇസ്രായേലിനെ ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാക്കും എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളുടെ ഒരു വ്യക്തമായ ഉത്തരമല്ലേ ഇപ്പോൾ ഇറാന് ലഭിക്കുന്നത്? അതെങ്ങനെയാണ് നമുക്ക് എതിർക്കുവാൻ കഴിയുക? ഇറാൻ പറഞ്ഞത് ഇസ്രായേലിന് മേൽ ആറ്റം ബോംബ് വർഷിക്കും എന്ന് തന്നെയാണ്. അതിനുവേണ്ടി തന്നെയാണ് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിയത്. പക്ഷേ ആ യുറേനിയം സമ്പുഷ്ടീകരണം നടത്താൻ പറ്റില്ല എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സമ്പുഷ്ടീകരണം നടത്തിയാൽ, നിങ്ങൾ സമ്പുഷ്ടീകരണം നടത്തിക്കൊണ്ട് ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതിനെ എതിർക്കുമെന്നും അതിനെ എന്ത് വില കൊടുത്തുകൊണ്ടും അതിനെ അമർച്ച ചെയ്യുമെന്നും ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. അതവർ ചെയ്യുന്നുമുണ്ട്. ഇസ്ഫഹാൻ മേഖലയിലേക്ക് അവർ നടത്തിയ ആക്രമണം ഇറാൻ ഒരിക്കലും മറക്കുവാൻ പറ്റില്ല. ഇനി അതോടൊപ്പം തന്നെ മറ്റു മേഖലകൾ, ബുഷർ മേഖലയിലേക്കൊക്കെ ഇറാന് മേൽ വലിയ ശക്തമായ ആക്രമണം തന്നെയാണ് ഇസ്രായേൽ നടത്തിയത്. എന്തായാലും ഇത്തരം ആക്രമണങ്ങളെ കൊണ്ട് ഇപ്പോൾ ഇറാൻ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതിജീവിക്കുവാനുള്ള അതിജീവനത്തിൻ്റെ ശ്രമം നടത്തുന്നത് ചൈനയും റഷ്യയും ഒപ്പം നിർത്തിയിട്ടാണെങ്കിൽ അധിക നാൾ ഇവരുമുണ്ടാകില്ല. എന്തായാലും ഇറാന് ഇനി വരാൻ പോകുന്നത് വലിയ പരീക്ഷണത്തിൻ്റെ കാലഘട്ടമാണ്. എന്നാൽ ഇറാനൊപ്പം മറ്റൊരു കാര്യം കൂടെ, ഇതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടെ ചേർത്ത് പറയേണ്ടത് IRGCയുടെ സംഭവം തന്നെയാണ്. IRGCയും ഇപ്പോഴുള്ള താത്കാലിക ഭരണകൂടവും തമ്മിലുള്ള പ്രശ്നം ഇത് മുന്നേ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് തത്വമൈ ന്യൂസ്. പക്ഷേ ഇപ്പോഴും അത് റെലവൻ്റാണ് എന്നുള്ളതാണ്, ഇപ്പോഴും അത് പ്രാധാന്യമേറിയ വിഷയം തന്നെയാണ് എന്നുള്ളതാണ്. IRGCയും ഇറാനിലെ മസൂദ് പെഷഷ്കിയാൻ്റെ നേതൃത്വത്തിലുള്ള താൽക്കാലിക ഭരണകൂടത്തെ വളരെ ശക്തമായി തന്നെയാണ് എതിർക്കുന്നത്. മുജ്തബ ഖമാനായി ഏകദേശം ഒരു മരണാസന്നമായ നിലയിലാണ് കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നത്. മരണപ്പെട്ടു എന്നും ഉള്ള സംശയങ്ങൾ വരുന്നു. എന്തായാലും വ്യക്തമായി അദ്ദേഹം ഇപ്പോൾ എന്താണ്, എവിടെയാണ് എന്നതിനുള്ള ഉത്തരമൊന്നും ലഭ്യമല്ല. എന്തായാലും അത് ഒരു ഭാഗത്ത് നിൽക്കെ ഇതാ മസൂദ് പെഷഷ്കിയാന് നേരെയുള്ള ആക്രമണം നടത്തുവാനും IRGC സന്നദ്ധമാകുന്നു. അതായത് ഒരേ സമയത്ത്
ആഭ്യന്തരമായിട്ടും അതോടൊപ്പം തന്നെ അന്തർദേശീയവുമായുള്ള യുദ്ധമുറകളാണ് ഇറാൻ ഇപ്പോൾ സ്വീകരിക്കുന്നത്. നേരത്തെ തന്നെ 45,000-ഓളം അവിടുത്തെ യുവാക്കളെയാണ് ഇറാൻ കൊന്നു തള്ളിയത്. ഇറാൻ വീണ്ടും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും അതൊന്നും നടപ്പിലാക്കുവാനായിട്ട് അതൊന്നും നല്ല രീതിയിൽ ഇറാനെ കൊണ്ട് നടത്തിക്കില്ല എന്ന് തന്നെയാണ് ഇസ്രായേലും അമേരിക്കയും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒത്തുതീർപ്പ് ചർച്ചകൾ അലസിപ്പിരിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒത്തുതീർപ്പ് ചർച്ചകളുണ്ടാകും. പക്ഷേ ആ ഒത്തുതീർപ്പ് ചർച്ചയുടെ ഒടുവിൽ ഇറാൻ ഇനി ഒരിക്കലും യുറേനിയം സമ്പുഷ്ടീകരണം നടത്തില്ല എന്ന് തന്നെയായിരിക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.